യൂസുഫ് എന്ന യുവാവിന്റെ പേര് ആളുകൾ ഭയത്തോടെയായിരുന്നു കണ്ടിരുന്നത്. അഹങ്കാരിയും ധിക്കാരിയും ആയിരുന്നു അവൻ. നഗരത്തിന്റെ തിളക്കത്തിൽ മുഴുകിയ യൂസുഫ് തന്റെ ധനവും യുവത്വവും ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു. സുഹൃത്തുക്കൾക്കിടയിൽ അവൻ ഒരു നക്ഷത്രമായിരുന്നു. വിലകൂടിയ വസ്ത്രങ്ങൾ, വേഗമേറിയ ബൈക്ക്, എപ്പോഴും ചുറ്റും ആൾക്കൂട്ടം. എന്നാൽ അവന്റെ ഉമ്മ ആയിഷ ഒരു ദൈവഭക്തയായ വിധവയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം യൂസുഫിനെ നേർവഴിയിൽ വളർത്താൻ അവർ തന്റെ ജീവിതം സമർപ്പിച്ചിരുന്നു. യൂസുഫിന്റെ അഹങ്കാരം വീട്ടിലേക്കും കടന്നുവന്നു. ഉമ്മയുടെ പഴഞ്ചൻ ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിന് ചേരില്ല, അവൻ പലപ്പോഴും പരിഹസിച്ചു. ആയിഷയുടെ ഉപദേശങ്ങൾ അവൻ വെറും വാക്കുകളായിരുന്നു. ഒരു ദിവസം അവൻ ഉമ്മയോട് ഉറക്കെ ആക്രോശിച്ചു, നിന്റെ ഈ മതനിയമങ്ങളും കഥകളും എനിക്ക് വേണ്ട. ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കും. ആയിഷയുടെ ഹൃദയം തകർന്നു. കണ്ണീരോടെ അവർ മുറിയിലേക്ക് മടങ്ങി സുജൂദിൽ മുഴുകി. എന്റെ റബ്ബേ, എന്റെ മകനെ നിന്റെ നേർവഴിയിലേക്ക് നയിക്കണേ, അവർ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. യൂസുഫിന്റെ അഹങ്കാരം വർദ്ധിച്ചു. നഗരത്തിൽ അവന്റെ ബൈക്ക് വേഗത്തിൽ പായിക്കുന്നത് കണ്ടവർ അവൻ എന്തും ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം വിധി അവനെ പിടികൂടി. ഒരു വാഹനം അവന്റെ ബൈക്കിനെ ഇടിച്ചു. യൂസുഫ് ആശുപത്രിയിൽ എത്തി. നിന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമാണ്, ഡോക്ടർമാർ പറഞ്ഞു. ആ നിമിഷം യൂസുഫിന്റെ ഹൃദയം വിറച്ചു. തന്റെ ജീവിതം ഒരു നൂലിഴയിൽ തൂങ്ങി നിന്നപ്പോൾ ഉമ്മയുടെ കണ്ണീരും വാക്കുകളും അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ആശുപത്രിയിൽ ആയിഷ ഓടിയെത്തി. യൂസുഫിന്റെ കൈ പിടിച്ച് അവർ കരഞ്ഞു. ഉമ്മ, എന്നോട് ക്ഷമിക്കണം, യൂസുഫ് പറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞ്. നിങ്ങളുടെ വാക്കുകൾ ഞാൻ അവഗണിച്ചു. എന്റെ അഹങ്കാരം എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചു. എന്നിട്ടും അല്ലാഹു എനിക്ക് ഒരു അവസരം തന്നു. ആയിഷ മകനെ ചേർത്തുപിടിച്ചു. മോനെ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് അല്ലാഹുവിനെ വേദനിപ്പിക്കും. പക്ഷേ പശ്ചാത്തപിക്കുന്നവനോട് അവൻ കരുണ കാണിക്കും, അവർ മന്ത്രിച്ചു. അന്നുമുതൽ യൂസുഫ് മാറി. അവന്റെ അഹങ്കാരം ഉപേക്ഷിച്ച് ഉമ്മയുടെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവന്ന അവൻ ഉമ്മയുടെ ദുആയുടെ ശക്തി മനസ്സിലാക്കി. ആ അപകടം അവന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായിരുന്നു, പക്ഷേ അതിനപ്പുറം അത് അവനെ ജീവിതത്തിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് നയിച്ചു. ആളുകൾ ഇപ്പോൾ യൂസുഫിനെക്കുറിച്ച് പറഞ്ഞു. അവന്റെ ഉമ്മയുടെ പ്രാർത്ഥന അവനെ രക്ഷിച്ചു.